ശ്രീമദ് ഭാഗവതം ക്ലാസ് 95. നമ്മളിന്ന് നോക്കുന്ന സ്കന്ധം 5 അധ്യായം 2. അത് ആഗ്നീന്ദ്ര ചരിതമാണ്. ഇത് പ്രപഞ്ച സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം, പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പിൽ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, ആകെ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സംഗതിയാണ്. അതിനാണ് ഈശ്വരൻ എന്ന് പറയുന്ന, ബ്രഹ്മം എന്ന് പറയുന്നത്. ആ നിർഗുണമായ സാധനത്തിന് ഒരു പ്രപഞ്ചം ഉണ്ടാക്കണമെന്ന് തോന്നി അതൊരു പ്ലാൻ ഉണ്ടാക്കി. ആ പ്ലാനിനാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. അപ്പം അതെല്ലാം ഒരു ശക്തിയാണ്. പക്ഷെ കഥയിൽ വരുമ്പോൾ കഥാപാത്രമായിട്ട് അവതരിപ്പിക്കും. ആ പ്ലാൻ അനുസരിച്ച് അതൊരു പ്രേരക ശക്തിയാണ്. ആ പ്രേരക ശക്തി പിന്നെ എന്താണ് ചെയ്യുന്നത്? പലപ്പോഴായിട്ട് ഇത് ഉണ്ടാവുകയും, അപ്പോൾ ആദ്യം ഒരു പ്രപഞ്ചം ഉണ്ടാക്കും, ജീവജാലങ്ങളെ ഉണ്ടാക്കും, അതിലൂടെ പുരോഗമിച്ച് 4 ഘട്ടങ്ങളുടെ ഹൃദയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഇതിലൂടെ അവസാനം ഒരു സുന്ദരമായ ലോകം ഉണ്ടാവും. പൂളിക്കും, പിന്നെ ഉണ്ടാക്കി, ഇങ്ങനെ കുറെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം കൂടിയിട്ട് ഇല്ലാതെയാകും. അതാണ് ഒരു കാലഘട്ടം. അതിനാണ് ഒരു മന്വന്തരം എന്ന് പറയുന്നത്. അങ്ങനെ കുറേ മന്വന്തരങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ തലവൻ എന്ന ഫോഴ്സിനെയാണ് മനു എന്ന് പറയുന്നത്. അപ്പം ആദ്യമുള്ള ഒരു പ്രേരക ശക്തി മനു എന്ന ഒരു രൂപം ധരിച്ചിട്ട് അതിനാണ് ആ മന്വന്തരത്തിൽ സൃഷ്ടി നടത്താനുള്ള ഉത്തരവാദിത്വം. അപ്പം ആ പ്രേരക ശക്തി സൃഷ്ടി നടത്തുമ്പോൾ 2 തരത്തിലുള്ള സൃഷ്ടിയാണ് നടത്തേണ്ടത്. ഒന്ന്, ഗോളങ്ങളെല്ലാമുള്ള പ്രപഞ്ചം മാത്രം ഉണ്ടാക്കുക. ആറ്റം തൊട്ട്, ആറ്റങ്ങളിലും എല്ലാം ഗോളങ്ങൾ തന്നെയാണ്, ഇലക്ട്രോണും പ്രോട്ടോണും. ഈ പ്രപഞ്ചം മുഴുവനുള്ള ജീവജാലങ്ങളില്ലാത്ത ആദ്യ ഒരു പ്രപഞ്ചം ഉണ്ടാക്കുക. 14 ലോകങ്ങൾ. ആ ജോലി ഒരാൾ ഏൽപ്പിക്കണം. അതിൻ്റെ ശേഷം ഉണ്ടാകുന്ന ഭൂമിയിലുള്ള ജീവജാലങ്ങളെ, സസ്യങ്ങളെയെല്ലാം സൃഷ്ടിച്ചിട്ട്, രാജാക്കന്മാരെ വെച്ചിട്ട്, ജനങ്ങളെയെല്ലാം സൃഷ്ടിച്ചിട്ട്, ഭരിച്ചിട്ട് ഒരു സുന്ദരമായ ലോകം അവസാനം ഉണ്ടാക്കണം. ആ ജോലി ഉത്താനപാദൻ എന്ന വേറൊരാൾക്കും കൊടുക്കണം. അപ്പോൾ ഈ മനുവിന് 2 പുത്രന്മാരാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അതിൽ ഈ മക്കളെ, രാജാക്കന്മാരെയെല്ലാം സൃഷ്ടിക്കേണ്ട ഉത്തരവാദിത്തം ഉത്താനപാദനും കൊടുത്തു. പ്രപഞ്ചം 14 ലോകങ്ങൾ ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്തം പ്രിയംവ്രതനും കൊടുത്തു. അപ്പം പ്രിയംവദൻ്റെ ജോലിയാണ് 7 ലോകങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പം ആദ്യം ഒന്നുണ്ടായിരുന്നത് നല്ലൊരു ബോളുമാരിയുള്ള, ആദ്യം ആറ്റങ്ങളെല്ലാം കൂടി ചേർന്ന് കുറേ കരവസ്തുക്കളുണ്ടാകും, അതെല്ലാം കൂടി ചേർന്ന് വലിയൊരു ഗോളമായി തീരും. അതെല്ലാം നമ്മൾ ബ്രഹ്മം തൊട്ട് കൂട്ടലിൽ പറഞ്ഞിട്ടുണ്ട്, പ്രപഞ്ചം ഉണ്ടാകുന്ന വിധയെല്ലാം. അപ്പം അങ്ങനെ വലിയൊരു ബോളം ഉണ്ടായതിൻ്റെ ശേഷം സയൻസ് എന്ന് പറയുന്നു, അതിനെ പൊട്ടിത്തെറിച്ചിട്ടാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ഘടന ഉണ്ടായിരിക്കുന്നത്. നമ്മൾ മറ്റ് പുരാണങ്ങളിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ദ്രൻ അസുരൻ്റെ മാതാവിൻ്റെ ഗർഭത്തെയാണ് ഈ വലിയ ബോളായിട്ട് ചിത്രീകരിച്ചത്. ഇപ്പം ഇന്ദ്രൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ മാതാവിൻ്റെ ഗർഭത്തിൽ പോയിട്ട് അതിനെ വെട്ടി 7ആക്കി. അങ്ങനെയുള്ളതാണ് 7 കഷ്ണങ്ങൾ. ഈ വലിയ ബോളിനെ 7ആക്കി. എന്നിട്ടും ഇന്ദ്രൻ മതിയാക്കിയില്ല, അതിൻ്റെ അകത്തും കയറിയിട്ട് കെട്ടിയിട്ട് പിന്നെയോ ഓരോന്നിനെയും 7ആക്കി. അങ്ങനെയുള്ള 7 × 7 49 മരുത്തുക്കൾ. അങ്ങനെ 49 മരുത്തുക്കൾ കൂടിയതാണ് ഈ പ്രപഞ്ചം. അതൊരു കഥ അങ്ങനെ പോകുന്നു. പക്ഷെ ഇവിടെയുള്ള സൃഷ്ടി അങ്ങനെയല്ല നടത്തുന്നത്. പ്രിയംവദനാണല്ലോ ഉണ്ടാക്കേണ്ട ജോലി. അപ്പം പ്രിയംവദൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ വലിയ ലോകമുണ്ടല്ലോ പ്രപഞ്ചത്തിൽ, അതിൽ എല്ലാ സ്ഥലത്തും വെളിച്ചം കാണേണ്ടിയിട്ട് അയാളെ രഥവുമായിട്ട് അയാളുടെ പ്രഭയോടുകൂടി ഇങ്ങനെ സഞ്ചരിച്ചിട്ട് ഇവിടെയെല്ലാം ഈ പ്രപഞ്ചം മുഴുവൻ കറങ്ങിയപ്പോൾ ആ സ്പേസ് മുഴുവൻ എന്തായി, ആ രഥം പോയ വഴിയെല്ലാം, ഇപ്പം വയലിൽ ഒഴുകുമ്പോൾ രഥം പോകുന്ന വഴിയിലെല്ലാം വെള്ളം നിൽക്കുമല്ലോ, അപ്പോൾ നടുവിലെന്താ ഒരു വട്ടമായി തീരും. അതുപോലെ ഇയാൾ ഈ പ്രപഞ്ചം മുഴുവൻ നടന്നപ്പോൾ ഇതിലൂടെ എല്ലാം പോയപ്പോൾ ഇവിടെയെല്ലാം വെള്ളം നിന്ന്, അപ്പോൾ ഇത് സമുദ്രമായി മാറി, നടുവിൽ ദ്വീപുകളായി. അങ്ങനെ 7 ദ്വീപുകളുണ്ടായി. 7 ദ്വീപുകളാണ് 7 ലോകങ്ങൾ. അതങ്ങനെയും പറഞ്ഞു വിട്ടു. ഒരു കഥയിൽ ഇന്ദ്രനാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ പ്രിയംവ്രതനാണ് ചെയ്യുന്നത്. ഇനി രണ്ടും തമ്മിൽ കഥയിലെത്തില്ല, ചോദ്യമില്ല. ഓരോ ആൾ ഓരോ സ്ഥലത്ത് ആശയമെടുത്താൽ മതി, കഥ പലതരത്തിൽ പറയും.
അപ്പം പ്രിയംവദൻ എന്നൊരു വ്യക്തിയായിട്ട് എടുക്കുമ്പോഴാണ് ഈ കൺഫ്യൂഷൻ വരും. നേരെ ചോദിക്കും, എങ്ങനെ പ്രിയംവദൻ ചെയ്യുക, ഇന്ദ്രനല്ലേ ചെയ്ത് നല്ല ചോദിക്കും. ഇന്ദ്രൻ വേറെ കണ്ണും കാലും വെച്ച് അവിടെ ഇരിക്കുന്നില്ല എന്നല്ലേ ചോദിക്കും. കഥയിൽ ആശയമാണ് എടുക്കേണ്ടത്. പലതരത്തിൽ പല കഥാപാത്രങ്ങളെ വെച്ച് പറയും. ഇനി അങ്ങനെ അല്ലെങ്കിലും ഇതിന് തെറ്റൊന്നുമില്ല. കാരണം നമ്മളെന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കയറിയിട്ട് ചെയ്യുന്നത് ഇന്ദ്രനാണ്. അതുപോലെ പ്രിയംവദനാണ് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം മണ്ണ് മാറ്റിയിട്ടെല്ലാം ശരിയാക്കുന്ന അതിൻ്റെ അകത്ത് ചെയ്യുന്നത് ഇന്ദ്രനാണ്. ആ നിലയിൽ നോക്കുമ്പോൾ തെറ്റൊന്നുമില്ല. അപ്പൊ ഈ വലിയൊരു ബോളിൻ്റെ അകത്ത് കയറിയിട്ട് ഉഴുതു മറച്ചപ്പോഴാണ് ഇങ്ങനെ 7 ലോകങ്ങളായിട്ട് മാറിയത്. അതാണ് 7 ലോകങ്ങൾ. അപ്പൊ അതിൻ്റെ അകത്ത് പൊട്ടിച്ച് ഇന്ദ്രനാണ് പൊട്ടിച്ച് പിന്നെ ഏടാക്കിയത്. അത് ഇവിടെ പറയുന്നില്ല. ഇതീ മകൻ ചെയ്തു. ആര്? പ്രിയംവദൻ വ്രതൻ. അതേ ഇനി ഏടാക്കി മാറ്റിയിട്ട് അങ്ങനെയൊക്കെ 10 പുത്രന്മാരുണ്ടായിരുന്നു. 3 പേര് വേറെ അതിഥിയിലെല്ലാം പോയി. ബാക്കിയുള്ള 7 പേർക്ക് ഈ 7 വീതിച്ചു കൊടുത്തു. 7 മക്കൾക്ക്. അതാണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടത്. ഈ മക്കൾക്ക് പേരിലൂടെ അത് അഗ്നിയുടെ പര്യായങ്ങളാണെന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അഗ്നി എന്ന് പറഞ്ഞാൽ ഊർജം. അപ്പൊ യഥാർത്ഥത്തിൽ ആ ഗോളങ്ങളെ പൊട്ടിച്ചത് ഊർജമാണ്. ഒരു പ്രത്യേക ഊർജം അതിനെ പൊട്ടിച്ചിട്ട് 7 ആക്കി മാറ്റി. പിന്നെ അതിൻ്റെ അകത്തെല്ലാം പൊട്ടിച്ചിട്ട് പിന്നെയും ആക്കി മാറ്റി. അപ്പൊ അഗ്നിയാണ് അവിടെ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. വലിയൊരു പൊട്ടിത്തെറിയാണ് ഉണ്ടായിരിക്കുന്നത്. അത് അഗ്നിയുടെ രൂപത്തിലാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ കഥയിൽ അതിനെ കഥാപാത്രമാക്കി കണ്ണും മൂക്കും എല്ലാം വെച്ച് അവതരിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പൊ മൂത്ത പുത്രന്റെ പേരാണ് അഗ്നീന്ദ്രൻ. അദ്ദേഹത്തിനാണ് ഈ നടുവിലുള്ള ജംബുദ്വീപ് കൊടുത്തത്. ഇതിനിങ്ങനെ ഏടായിട്ട് വായിച്ചിട്ടൊന്നുമില്ല. അത് ഇന്ദ്രൻ വേറെ കഥയിൽ ചെയ്തതാണ്. ഇവിടെ ഇങ്ങനെ ഏടാക്കിയിട്ട് ഓരോ മക്കൾക്ക് കൊടുത്തു. അപ്പൊ നടുവിലുള്ള ഈ ജംബുദ്വീപാണ് അഗ്നീന്ദ്രൻ എന്ന പുത്രന് കൊടുത്തത്. ഇനി അദ്ദേഹം എന്ത് ചെയ്ത് എന്നാണ് ഈ കഥയിലൂടെ, ഈ അധ്യായത്തിലൂടെ പറയാൻ പോകുന്നത്. അതിന് നമുക്ക് നോക്കാം. അപ്പൊ ശുഗം പറയുകയാണ്, ഇപ്രകാരം പിതാവ് ഏൽപ്പിച്ചു കൊടുത്ത ഇത് പ്രകാരം അഗ്നീന്ദ്രൻ രാജാവ് ജംബുദ്വീപ് വാസികളെ സ്വന്തം മക്കളെപ്പോലെ ധർമ്മത്തിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് പരിപാലിച്ചു. അപ്പൊ അഗ്നീന്ദ്രനാണ് നടുവിലെത്താ ലോകം. അവിടെ ജനങ്ങളെയെല്ലാം പരിപാലിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവായിട്ട് ചിത്രീകരിക്കുമ്പോൾ പരിപാലിക്കാനല്ലാതെ ഇട്ട മണ്ണിനെ പരിപാലിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പം പ്രജകളെ കഥയിൽ അങ്ങനെയെല്ലാം പൊടിപ്പുന്നെങ്കിലും വെച്ച് പറയും. അല്ലാതെ അവിടെ ഒന്നുമില്ല, ഒരു ഗോളമാണ്. ആ ഗോളത്തെ ഇനി ഇദ്ദേഹം കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അതായത് വിഭജിച്ചിട്ട് പിന്നെയും ആക്കണം. ഇന്ദ്രൻ ചെയ്തു എന്ന് പറഞ്ഞത് ഇവിടെ പറയണം. അത് ഇവനാണ് ചെയ്തതെന്ന് പറയാം. നടുവിലുള്ള ആ ജംബുദ്വീപിനെ അദ്ദേഹം പരിപാലിച്ചു. അങ്ങനെ ഇരിക്കെ രണ്ടിൽ പറയാം, ഒരു ദിവസം പിതൃക്കളുടെ പുണ്യലോകം കാണാൻ വേണ്ടിയിട്ട്, പിതൃക്കളെല്ലാം മുകളിലാണല്ലോ, അപ്പൊ ആകാശത്ത് തന്നെ ആ സ്ഥലത്ത് ദേവസുന്ദരിമാരെല്ലാം താമസിക്കുന്ന ഒരു പർവ്വതത്തിന്റെ അടിയിൽ, മന്ദരപർവ്വതത്തിന്റെ അടിയിൽ അദ്ദേഹം ബ്രഹ്മദേവനെ തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ട സാധനങ്ങളെല്ലാം ആയിട്ട് അതിൻ്റെ അടിയിൽ പോയിരുന്നു. ബ്രഹ്മദേവനെ തപസ് ചെയ്യാൻ വേണ്ടി. ഇത് ബ്രഹ്മദേവനെ തപസ്സു അവരല്ലേ ചെയ്യാൻ. ബ്രഹ്മദേവനാണല്ലോ ബ്രഹ്മാവ്. ബ്രഹ്മദേവനാണ് ബ്രഹ്മാവ്. ബ്രഹ്മാവിനാണല്ലോ എന്തുള്ളത്, സൃഷ്ടിയുടെ ഉത്തരവാദിത്വം. അപ്പൊ അദ്ദേഹമാണ് ഇയാളെ കൊണ്ടിനി സൃഷ്ടി അടക്കിപ്പിക്കേണ്ടത്. അത് അഗ്നീന്ദ്രനെ കൊണ്ട്, അഗ്നിയെ കൊണ്ട്, ഊർജത്തെ കൊണ്ട്. അപ്പൊ എന്തും ചെയ്യണ്ടെങ്കിൽ എന്ത് വേണം? രാജാവാകുമ്പോൾ അഗ്നിയും വേണമല്ലോ. ഒരു പെണ്ണുണ്ടെങ്കിലല്ലേ, ഇനി മക്കളുണ്ടായാലും മക്കളിലൂടെയാണ് ബാക്കി കാര്യം എന്ന് പറയണ്ടെങ്കിൽ, കഥയിലൂടെ പറഞ്ഞു പോകണ്ടെങ്കിൽ ഇവനൊരു ഭാര്യ വേണം. അപ്പം ബ്രഹ്മദേവന് മനസ്സിലായി ഇവൻ ആവശ്യം ഒരു സുന്ദരിയായ ഒരു ഭാര്യയാണ്. അതുകൊണ്ട് ഭാര്യനെ കൊടുത്തേക്കാം എന്നുള്ള നിലയിലാണ് ഇനി കാര്യങ്ങൾ പോകുന്നത്. അപ്പം ബ്രഹ്മദേവൻ അതറിഞ്ഞിട്ട് ബ്രഹ്മദേവൻ എന്ത് ചെയ്ത്, തൻ്റെ ആസ്ഥാന സഭയിലെ ഗായികയായ പൂർവചിത്തി എന്ന അപ്സരസിനെ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് പറഞ്ഞു. ഒരു സുന്ദരീനെ അങ്ങായിട്ട് അടുക്കലേക്ക് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി ഇങ്ങേർക്ക് ആവശ്യം ഇതിൻ്റെയാണ്. ഇനി ഇങ്ങേരിലൂട്ട് വേണം കുട്ടികൾ ഉണ്ടായിട്ട് പരമ്പര ഉണ്ടായിട്ട് ഈ ജംബുദ്വീപ് വികസിക്കാൻ.
കഥയിലാവുമ്പോൾ ഭാര്യ വേണ്ടേ, കഥാപാത്രമാണ് രാജാവുമ്പോൾ രാജ്ഞി വേണം. കഥയിലാവുമ്പോൾ ഇങ്ങനെ പൊളിക്കും. അതൊന്നും അതേപോലെ ഒന്നും എടുത്തേക്കരുത്. അഗ്നി ആണ് ചെയ്യുന്നത്, ഇനി എന്താ ചെയ്യുന്നതെന്ന് പിന്നീട് പറയും. അപ്പം അവളെന്താ ചെയ്തതെന്ന് വെച്ചാൽ അങ്ങോട്ട് വിട്ടിരിക്കുകയല്ല, അവള് ഇടതിങ്ങി നിൽക്കുന്ന മരങ്ങൾ, അപ്പം ആ പോകുന്ന സ്ഥലത്തിൻ്റെ വർണ്ണന പറയുകയാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൻ്റെ ചുറ്റും ഭയങ്കര മരങ്ങളെല്ലാം ഇങ്ങനെ പടർന്ന് കിടക്കുകയാണ്. ആ മരത്തിലാണെങ്കിൽ സ്വർണ്ണലതകളെല്ലാം ഇങ്ങനെ ചുറ്റിപ്പടർന്ന് കിടക്കുന്നുണ്ട്. സ്വർണ്ണ പക്ഷികളെല്ലാം അങ്ങനെ ശബ്ദിക്കുന്നുണ്ട്. നീർക്കോഴികളുടെ ശബ്ദമുണ്ട്, അരയന്നങ്ങളുടെ ശബ്ദമുണ്ട്. അരയന്നങ്ങളെല്ലാം തടാകത്തിൽ ഇങ്ങനെ നീന്തി കളിക്കുന്നുണ്ട്. താമര മുതലായ താമരയെല്ലാം നിറഞ്ഞു കിടക്കുകയാണ് ആ തടാകത്തിൽ. അങ്ങനെയുള്ള ആശ്രമത്തിൽ, ഇദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ അവളിങ്ങനെ ആയിലൂട്ടി അങ്ങനെ നടന്നു കാട്ടിലോട്ട്. അത് കവിഭാവനയാണ്. നമ്മൾ ഈ നോവലെല്ലാം വായിച്ചില്ലേ, ഈ പല മാസികകളെല്ലാം ഉണ്ടല്ലോ, ആ മാസികളിപ്പോൾ മഞ്ഞ മാസിക എന്തെല്ലാം പറയാം, അതേപോലത്തുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇനി ഇത് പറയാൻ പോകുന്നത്. ചിലപ്പോൾ ഇതിൽ കണ്ടിട്ടാണോ അവർ അതെല്ലാം എഴുതി വിട്ടിരിക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അവരെഴുതുന്നതിനെക്കാട്ടിയും ഭംഗിയിലാണ് വർണ്ണിച്ചിട്ടാണ് ഇവരെഴുതുന്നത്. ഇവളെ സൗന്ദര്യത്തെപ്പറ്റി വർണ്ണിക്കുന്നു, ഇവളെ അവയവങ്ങളെ പറ്റിയെല്ലാം വിവരിക്കുന്നതാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മൾ ഒന്നിരിക്കണം, നമ്മൾ ശ്രീമദ് ഭാഗവതത്തിലൂടെയാണ് പോകുന്നത്. പഴയ പറയുന്ന കാര്യം പോലത്തെ സാധാരണ മറ്റേ മാസിക എന്തെല്ലാം പറയുന്നില്ല, അതുപോലെയുള്ള വർണ്ണനകളാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിവിടെ മാത്രമല്ല, വേദത്തിൽ പലയിടത്തുമുണ്ട്. ഇതിനെല്ലാം നമ്മൾ ആറ്റിക്കുറുക്കിയിട്ട് എല്ലാം ബ്രഹ്മം ആത്മീയം വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നത്. പോകട്ടെ. അപ്പോൾ ഇവിടെ തന്നെ ഞാൻ പലതും വിട്ടാണ് പോകുന്നത്. അങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് വിട്ട് കുറച്ചെല്ലാം പറഞ്ഞിട്ട് പോവുകയാണ്. പക്ഷെ ഇവർ ഒരു റെസ്ട്രിക്ഷൻ വെച്ചിട്ട് പറഞ്ഞിട്ടുമുണ്ട്, അത് നമുക്ക് കാണാം. അപ്പം 5 കുണുങ്ങി അടിവെച്ച് നടപ്പാണ്. കുണിയാണ് നടക്കുന്നത് അടിവെച്ചുകൊണ്ട്. ആ ചിലങ്കകളിൽ നിന്നുള്ള ഉയരുന്ന ശബ്ദങ്ങളെല്ലാം കേട്ടപ്പോൾ അഗ്നീന്ദ്രൻ, അപ്പം അവളിങ്ങനെ ആ പൂന്തോട്ടത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ്, ഇവൻ്റെ ആശ്രമത്തിലൂടെ പറഞ്ഞു വിട്ടിരിക്കുകയാണല്ലോ. അപ്പം ഇങ്ങനെ ബ്രഹ്മാവിനെ ഇങ്ങനെ തപസ് ചെയ്യാൻ വേണ്ടി കണ്ണും പൂട്ടിയിരിക്കുമ്പോൾ കണ്ണ് മെല്ലനെ ഒന്ന് തുറന്നു. ഏതോ കണ്ണ്, ചെന്താമര മൊട്ടുകൾ പോലെയുള്ള കണ്ണ് മെല്ലനെ ഒന്ന് തുറന്നപ്പോഴാണ് ഇവളെ കാണുന്നത്. അകലത്തല്ലാതെ ഒരിടത്ത് പുഷ്പങ്ങൾ നുകരുന്ന വണ്ടുകളെ പോലെ, അവളങ്ങനെ വണ്ടുകൾ പുഷ്പങ്ങൾ നോരാൻ നടക്കുന്നത് പോലെ ദേവന്മാരുടെയും മനുഷ്യരുടെയും മനസ്സിനും കണ്ണിനും കുളിരും ആനന്ദവും നൽകുന്നവൾ. അപ്പം ദേവന്മാരായാലും മനുഷ്യന്മാരായാലും അവരുടെ കണ്ണിനെല്ലാം ആനന്ദം നൽകുന്ന തരത്തിലാണ് അവൾ ഉള്ളത്. അവളുടെ നടത്തം, കളി, ലജ്ജയോടെയുള്ള നോട്ടം, സ്വരശുദ്ധിയുള്ള ശബ്ദം, ഭംഗിയുള്ള അവയവങ്ങൾ. ഈ അവയവങ്ങളെ പറ്റിയെല്ലാം വിവരിക്കുന്നുണ്ട്, ഞാൻ ഒരു ചുരുക്കിയാൽ പോകുന്നതേ ഉള്ളൂ. ജനഹൃദയങ്ങളിൽ കാമദേവനെ കടന്നിരിക്കാൻ അവസരമൊരുക്കുന്ന തരത്തിലാണ് അവളുടെ പോക്ക്. അപ്പോൾ അവളെ കാണുമ്പോൾ കാണുന്ന ഈ മനുഷ്യരുടെ ഇദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ കാമദേവന് കയറിയിട്ട് കാമം ഉണ്ടാക്കാൻ പറ്റും. അത്തരത്തിലാണ് അവളുടെ പോക്ക്. മുഖത്തു നിന്നും ഉതിർന്നു വീഴുന്ന ആ മുഖത്തിൻ്റെ ചുണ്ടിൻ്റെ എല്ലാം വർണ്ണന പറഞ്ഞിട്ടുണ്ട്. ഉതിർന്നിറങ്ങുന്ന ഭംഗിയായ ചിരിയും അതിൽ നിന്ന് വരുന്ന ചിരിയും, അവിടെ ദർശനത്തിൽ തന്നെ അവളൊന്ന് നോക്കിയപ്പോൾ തന്നെ അവളെ കണ്ടപ്പോൾ തന്നെ മഹാത്മാശാലിയായ മന്മഥൻ്റെ പാട്ടിൽ ആകൃഷ്ടനായി അകപ്പെട്ട പോലെ അദ്ദേഹം ഇങ്ങനെ മന്മഥൻ്റെ പാട്ട് പോലെ അവളെ ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ തന്നെ അങ്ങേരുടെ നിലയെല്ലാം തെറ്റി. അങ്ങേര് ഒരു പാട്ട് കണക്കെ, മന്മഥൻ്റെ പാട്ട് കണക്കെ അതിൽ അകപ്പെട്ടതുപോലെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. നിയന്ത്രണം വിട്ട് എന്തെല്ലോ പറയുകയാണ്. രാജാവ് എന്നുള്ള കാര്യമെല്ലാം അങ്ങ് മറന്നു, എന്നിട്ട് എന്തെല്ലോ പറയുകയാണ്. ആ പറഞ്ഞതാണ് ഇനി പറയാൻ പോകുന്നത്. 7 ബാലേ നീ ആര്, എപ്പോഴും കണ്ടു കഴിഞ്ഞാൽ നീ ആരാണെന്ന് തന്നെ ചോദിക്കും. തുടക്കം അങ്ങനെയാണല്ലോ.
ഈ മലയിൽ എന്താണ് ചെയ്യുവാൻ പോകുന്നത്? ഇവിടെ എന്ത് ചെയ്യാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്? എൻ്റെ ഉപാസനായ ശ്രീഹരിയുടെ ഏതേ മായ തന്നെയാണോ നീ? എൻ്റെ ഉപാസനായ ശ്രീഹരിയുടെ മായയാണോ നീ? ആ ശ്രീഹരി വിട്ട് എന്തെങ്കിലും മായയാണോ നീ? ഞാണില്ലാതെ രണ്ട് വെല്ലുകൾ നീ ധരിക്കുന്നുണ്ടല്ലോ. ഞാണില്ലാതെ രണ്ട് വില്ല് കവിഭാവനയിൽ അടിക്കുകയാണ്. ഞാണില്ലാതെ രണ്ട് വില്ലുകൾ നീ ധരിക്കുന്നുണ്ട്. ആ വില്ലിന് ഞാണില്ല. ഏതാണ്? പുരികക്കൊടീനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ ഞാണ് അതിന് വില്ലില്ല. രണ്ട് ഞാണില്ലാത്ത വില്ലുകളാണ്. ഏതാവശ്യത്തിന് വേണ്ടിയാണ് അത് വെച്ചിരിക്കുന്നത്? ഈ മിരിയടകൾ കാട്ടിൽ പൊളച്ചു കിടക്കുന്ന മൃഗങ്ങളെ വേട്ടയാടാനാണോ? അതിന് വേണ്ടിയിട്ടാണോ? താമരപ്പൂകളാകുന്ന തൂവലുകളുള്ള വളരെ മൂർച്ചയുള്ള അവിടുത്തെ അമ്പുകൾ, അതായത് കണ്ണിലുള്ള ഈ പുരികക്കൊടിയിലും മറ്റേ താമരപ്പൂ പോലെയുള്ള ഇതളാണ്, അതേസമയം തൂവലുകളാണ്. ഈ കണ്ണിലെ പീലിയാതിതളുണ്ടല്ലോ, അത് വളരെ മൂർച്ചയാണ് ഓട്ടം. അവിടുത്തെ അമ്പുകൾ വനത്തിൽ ആരുടെ നേർക്ക് പ്രയോഗിക്കാൻ പോകുന്നു? നീ അതിൽ നിന്ന് വരുന്ന ശരങ്ങൾ നീ ആരെയാണ് തൊടുക്കാൻ പോകുന്നത്? അങ്ങയുടെ പരാക്രമം, നീ കാണിക്കുന്ന ഈ പരാക്രമമെല്ലാം ജഡബുദ്ധികളായ ഞങ്ങളുടെ ഭാവുകത്തിന് ആയിക്കൊണ്ട് ഉതകുമാറാണ്. നീ കാണിക്കുന്ന ഈ പ്രകടിപ്പിക്കുന്നതെല്ലാം നമ്മളെ ഭാവുകത്തിന് വേണ്ടി ആയ കൊള്ളാം, അതായത് എനിക്ക് വേണ്ടിയിട്ടായ കൊള്ളാമെന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. അവിടുത്തെ ഈ രണ്ട് ശിഷ്യന്മാരായ വണ്ടുകൾ സാമമന്ത്രം ചൊല്ലിക്കൊണ്ട്, ഈ കണ്ണിലുള്ള വണ്ടുകളെ പറ്റിയാണ് പറയുന്നത്. കണ്ണിലെ വണ്ട, അത് കവിഭാവനയിൽ കണ്ണിൽ വണ്ടുണ്ടല്ലോ, ആ വണ്ടുകൾ സാമമന്ത്രം ചൊല്ലിക്കൊണ്ട് തലമുടിയിൽ നിന്ന് ഉതിർന്നു വീഴുന്ന, അപ്പം തലമുടിയിൽ നിന്ന് കുറുനിരി ഇങ്ങനെ വീണിട്ടുണ്ട്. അതങ്ങ് ഉഴുന്നു വീണും അതിനകത്ത് നിന്ന് പൂക്കൾ വീഴുന്നുണ്ട്. ആ പൂക്കളെ സ്വീകരിക്കുകയാണ് ആ വണ്ടുകൾ. പൂക്കളുള്ള അതിലുള്ള തേന് നുകരാൻ വേണ്ടി. അപ്പം ആ വണ്ടുകൾ അതിനെ സ്വീകരിക്കുന്ന പോലെ, ഏതുപോലെ എന്നാണ് ഋഷികൾ വേദങ്ങളെ സ്വീകരിക്കുന്ന പോലെ എന്നൊരു ഒന്നുകിൽ വെച്ചിട്ടുണ്ട്. എല്ലാം വിട്ടുവിട്ടാണ് പറയുന്നത്. കാരണം അതൊന്നും ഇവിടെ കയറി വർണ്ണിക്കേണ്ട ആവശ്യം, നമുക്ക് ആശയത്തിലേക്കാണ് കടന്നുകൊണ്ട് പോകുന്നത്. ഇതിനൊന്നും സമയമില്ല. ഇനി 10 അവളുടെ പാദങ്ങളിൽ നിന്നും വരുന്ന സുന്ദരധ്വനികൾ, പാദങ്ങളിൽ നിന്ന് ശബ്ദം വരുന്ന, അതാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. ദൂരത്ത് നിന്നാണല്ലോ, അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, നിതംബത്തിൻ്റെ സുന്ദര മണ്ഡപത്തിൽ, നിതംബത്തിൻ്റെ സുന്ദരമായ മണ്ഡപത്തിൽ സുമപ്രഭ കിട്ടിയതെങ്ങനെ? സുമപ്രഭ എന്നൊരു പ്രഭമാതിരി, വെളിച്ചം മാതിരി എങ്ങനെ വ്യാപിച്ചിട്ടുണ്ട്. അതായത് ഈ മാറില് അവിടെ ഒരു വെളിച്ചം എന്താണെന്ന് അടുത്തതിൽ പറയുന്നുണ്ട്. അതിൽ വട്ടം ചുറ്റിയ തീക്കൊള്ളി പോലെ, വട്ടം കൊട്ടിയ തീക്കൊള്ളി പോലെ. അപ്പോൾ ആ കാണുന്ന ആ ഒരു ഇതില്, അതിലൂടെ കാണുമ്പോൾ അതിൻ്റെ അകത്ത് നിന്നിട്ട് വട്ടം ചുറ്റിയ 2 തീക്കൊള്ളി പോലെയും കാണാനുണ്ട്. നിന്റെ മരപുരി എവിടെ? അപ്പം ധരിച്ച മരപുരി ധരിച്ചിട്ടില്ല എന്നാണ് ഇവൻ ധരിച്ചു വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മഞ്ഞപ്പട്ടാണ് ധരിച്ചിരിക്കുന്നത്. ഈ മഞ്ഞപ്പട്ട് ശരീരത്തിൽ ഇങ്ങനെ കാണുമ്പോൾ അതാണ് സുപ്രഭമാരി, വെളിച്ചം മാതിരി അദ്ദേഹത്തിന് തോന്നിയത്. പട്ടായിട്ട് തോന്നിയില്ല. ആ നെഞ്ഞത്ത് മാറിൽ നല്ലൊരു പ്രഭ കാണുന്ന, മഞ്ഞപ്പട്ടാകുമ്പോൾ ഒരു പ്രഭ കാണുമല്ലോ, ആ പ്രഭയുടെ ഉള്ളിലൂട്ട് നോക്കുമ്പോഴാണ് ഈ തീക്കൊള്ളി കൊണ്ട് ഇങ്ങനെ ചുറ്റിവട്ടം മാരിയുള്ളത് കണ്ടിരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞ കവിഭാവന ഇവരിൽ നിന്നാണ് നമ്മൾ പല മാസികക്കാരും അടിച്ചെടുത്തിട്ടുണ്ടാവും. എന്നിട്ട് അങ്ങയുടെ കൊമ്പുകളിൽ, അപ്പൊ അവിടെ 2 കൊമ്പുണ്ട്. എന്താ കൊമ്പ് നല്ല ചിന്തിച്ചാൽ മതി. അതിൽ നിറച്ചിരിക്കുന്ന എന്താണ്? ആ കൊമ്പിൻ്റെ അത് മുഴുവൻ എന്തോ നിറച്ചിരിക്കുകയാണ്. അങ്ങ് അവയെ പണിപ്പെട്ട് ചുമക്കുകയാണെങ്കിൽ ഈ 2 കൊമ്പും ഇങ്ങനെ ചുമന്ന് നടക്കുകയാണ് പാടുപെട്ടിട്ട്. ആ കൊമ്പിന്റെ മേലെ എന്തുണ്ട്? ചെന്തിറമുള്ള ഒരു ചെന്തിറമുണ്ട്, ഒരു വട്ടത്തിലൊരു നിറമുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് ചേറ് കിടക്കുന്നുണ്ട്. ചേറ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഊഹിച്ചു കൊടുക്കുക. അപ്പം കൊമ്പുമ്മല് ഒരു ചെന്തിറമുണ്ട്, അതിൻ്റെ മുകളിൽ ഒരു ചേറും കിടക്കുന്നുണ്ട്.
ആ ചേറിൽ നിന്ന് വരുന്ന ആ ചേറ് കൊണ്ട് എൻ്റെ ആശ്രമത്തെ അത് മണപ്പിക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. ഇനി 12 കുറേയെല്ലാം വിട്ടുവിട്ടാണ് പോകുന്നത്. ചങ്ങാതി, അങ്ങയുടെ സ്വന്തം ലോകം എനിക്ക് കാട്ടിത്തരണം. അതുകൊണ്ട് അങ്ങയുടെ സ്വന്തം ലോകം എനിക്ക് കാട്ടിത്തരണം. ഇപ്രകാരം അസാധാരണമായതും എന്നെപ്പോലെയുള്ളവരുടെ മനസ്സിനെ ഉലക്കുന്നതുമായ 2 അവയവങ്ങളെ മാറിടം കൊണ്ടും, ഇപ്പം മയക്കുന്ന 2 അവയവങ്ങൾ അതുകൊണ്ടും മാധുര്യം, ശൃംഗാരം മുതലായവ ചേർത്തിട്ടുള്ള അമൃതം നിറഞ്ഞ ആ മുഖത്തിൻ്റെ വർണ്ണനയും വഹിച്ചിരിക്കുന്നു നീ. എന്നിട്ട് പറയുന്നത്, നീ എന്താണ്, നിന്റെ ആഹാരം എന്താണ്, നീ എന്താ ഈ കഴിക്കുന്നത്? അങ്ങയുടെ ചർവണത്തിൽ നിന്നും ഹവിർഗന്ധം വരുന്നുണ്ട്. നിന്റെ ചർവണത്തിൽ നിന്നും ഹവിർഗന്ധം വരുന്നുണ്ട്. മഹാവിഷ്ണുവിൻ്റെ കലയാണ് താങ്കൾ. ആ മഹാവിഷ്ണുവിൻ്റെ കലാവൈഭവെല്ലാം നിന്നിലുണ്ട്. അവളെ വർണ്ണിക്കുകയാണ്. കാരണം കാതുകൾ മകരകുണ്ടലങ്ങളാണ്, കണ്ണുകൾ ഇളകി മറിയുന്ന മത്സ്യങ്ങളെപ്പോലെയും, കുറുനിരകളെല്ലാം വണ്ടുകളായിട്ട് ഇവിടെ ചിത്രീകരിച്ചിരിക്കുകയാണ്. പിന്നെയോ അങ്ങയുടെ മുഖം സരസ് പോലെയാണ്, തടാകം മുഖം സരസ് പോലെയാണ്. അതായത് മുഖത്തിലെ വായയിൽ ഹംസങ്ങൾ ഉള്ളതുപോലെ, ഒരു സരസിൽ ഹംസങ്ങൾ ഉള്ളതുപോലെ വായിൽ എന്തുണ്ട്, വെള്ള പല്ലുകളുണ്ട്. അതുകൊണ്ട് വായ എന്താണ്, ഒരു സരസാണ്, സുന്ദരമായ സരസാണ്. താങ്കളുടെ കയ്യാൽ അടിച്ചകറ്റപ്പെട്ട ഈ പന്ത് ദിക്കുകളിൽ കറങ്ങിക്കൊണ്ട് എന്നോടൊപ്പം കറങ്ങുന്നു, എൻ്റെ കണ്ണുകളെ ചലിപ്പിക്കുന്നു. അപ്പോൾ അവള് പന്തെല്ലാം തട്ടിക്കൊണ്ടായിരിക്കും നടക്കുന്നുണ്ടാവും. അത് എൻ്റെ കണ്ണുകളെല്ലാം അതിനനുസരിച്ച് ചലിപ്പിക്കുകയാണ്. അവൾ എന്തെല്ലാമോ കാട്ടുന്നു, അതിനനുസരിച്ച് ഇവളുടെ കണ്ണുകളും അതിനെ പറ്റി നിന്നിട്ടുകൊണ്ട് അങ്ങനെ പോവുകയാണ്. 14 പറയുകയാണ്, താങ്കളുടെ വാർമുടിക്കെട്ട് കഴിഞ്ഞ് താങ്കൾ അറിയുന്നില്ല. അപ്പം ഇങ്ങനെ ഇതെല്ലാം ചലിക്കുമ്പോൾ വാർമുടിക്കെട്ടെല്ലാം അഴിഞ്ഞു പോയിട്ടുണ്ട്, അതൊന്നും നീ അറിയുന്നില്ല. ധൂർത്തനും ആസക്തനുമായ വായു ഉടുകുടവ അടിച്ചു മാറ്റുന്നു. അപ്പോൾ ഉടുകുടവയെല്ലാം മാറിപ്പോകുന്നുണ്ട് കാറ്റത്ത്, അതൊന്നും ഇവൾ അറിയുന്നില്ല. എന്നിട്ടോ 15 പറയുന്ന, തപസ്സിരിക്കുന്നവരുടെ തപസ്സിനെ കെടുത്തുന്ന സുന്ദരമായ ഈ ആകൃതി ഏതൊരു തപസ്സിലൂടെയാണ് അന്ന് നേടിയിരിക്കുന്നത്? ഏത് തപസ് ചെയ്യുന്നവൻ്റെ തപസ്സിനെ അടക്കാൻ വേണ്ടി പറ്റുന്ന ഈ സൗന്ദര്യം എന്ത് തപസ് ചെയ്തിട്ടാണ് നീ നേടിയിരിക്കുന്നത്? അതുകൊണ്ട് എന്നോടൊപ്പം തപസ്സിരിക്കാൻ അങ്ങ് അർഹിക്കുന്നു. അതുകൊണ്ട് നിനക്ക് അർഹതയുണ്ട് എന്നോടൊപ്പം തപസ്സിരിക്കാൻ. ഞാനും വലിയ തപസ് ചെയ്തവനാണ്, അതുകൊണ്ട് നീയും വന്ന് എൻ്റെ കൂടെ തപസ് ചെയ്യാൻ നിനക്ക് അർഹതയുണ്ട്. സംശയമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഈ പ്രപഞ്ചകർത്താവ് എനിക്കായി പ്രസാദിച്ചിരിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ കർത്താവ് നിന്നെ എനിക്കായിട്ട് തന്നെയാണ് പ്രസാദിച്ച് ഇങ്ങോട്ടേക്ക് വിട്ടിരിക്കുന്നത്. ബ്രഹ്മാവിനാൽ നൽകിയ അങ്ങയെ ഞാൻ വിട്ടയക്കില്ല. ബ്രഹ്മാവ് എനിക്ക് വേണ്ടിയിട്ട് നിന്നെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് നിന്നെ ഞാൻ വിട്ടയക്കില്ല. ഒട്ടിപ്പിടിച്ചു പോയ കരളും മിഴിയും അവിടെ നിന്ന് വിട്ടുപിരിയില്ല. നിന്റെ കയ്യിൽ തന്നെ കരളും മിഴിയെല്ലാം നിന്നിൽ ഒട്ടിച്ചേർന്നു പോയി, ഇനി അതിനെ വിട്ടുപിരിയാനൊന്നും പറ്റില്ല. ചന്തം വയ്ക്കുന്ന കൊമ്പുകൾ ഉള്ളവളെ, കൊമ്പെന്താണെന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളത്, ഭവതിയുടെ ചിത്തം എവിടെയാണോ അവിടേക്ക് അനുസരണയുള്ള എന്നെ കൊണ്ടുപോകാൻ ഭഗവതി അർഹിക്കുന്നു. ഭവതിയുടെ ചിത്തം എവിടെയാണോ അവിടേക്ക് എന്നെയും കൊണ്ടുപോകാൻ തോഴികൾ അവരും അനുകൂലിച്ച് പിന്നാലെ വന്നു. നീ തീരുമാനിച്ച് പോയാൽ മതി. അപ്പം തോഴികൾ എന്ത് ചെയ്യും? അനുസരിച്ചിട്ട് നീ നിന്റെ ഇഷ്ടത്തിനൊത്ത് വന്നു പോകും.
ഈ വിധം ദേവന്മാർക്കൊത്ത വിധവും സ്ത്രീകളെ പാട്ടിലാക്കാൻ കഴിവുള്ളതുമായ അദ്ദേഹം അത്തരം ചാതുര്യത്തിലൂടെ ആ ദേവവനിതയെ ആദരിച്ച് വശത്താക്കി. അങ്ങനെ ദേവന്മാർക്കൊത്ത ബുദ്ധിയുണ്ട്, അതേപോലെ തന്നെ സ്ത്രീകളെ പാട്ടിലാക്കാൻ കുറേ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വീണോളുമല്ല. അപ്പോൾ അതെല്ലാം അങ്ങനെയുള്ള വായ്ത്താരകളിൽ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ വാക്താരയിൽ അവളെന്തായി, വശത്തായി. ഇതിന് 18 അത്ഭുതം. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധി, സ്വഭാവം, സൗന്ദര്യം, യൗവനപ്രായം, ഉദാരത ഇവയിൽ ആകൃഷ്ടയായി ജംബുദ്വീപിൻ്റെ ഏകനായകനായ അദ്ദേഹത്തിൻ്റെ കൂടെ അനേകായിരം വർഷത്തോളം അവളും സുഖഭോഗങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ട് ജീവിച്ചു എന്ന് പറയുകയാണ്. അവളും അവനിൽ ആകൃഷ്ടയായി അങ്ങനെ അനേക വർഷത്തോളം ജംബുദ്വീപിൻ്റെ നായകനായിട്ട് അവിടെ ജീവിച്ചു. അത്ഭുതമെന്ന് നോക്കുക, ആ കാലയളവിൽ 19 പറയാണ്, അവയിൽ നാഭി, കിംപുരുഷൻ, ഹരിവർഷൻ, ഇളാവൃതൻ, രമ്യകൻ, ഹിരൺമയൻ, കുരു, ഭദ്രാശ്വൻ, കേതു, മാലൻ എന്നിങ്ങനെ 9 പുത്രന്മാരെ ജനിപ്പിച്ചു. അങ്ങനെ ഇവരിൽ നിന്നും 9 പുത്രന്മാര് ഇവർക്കുണ്ടായി. ഇരുപതിൽ പറയുകയാണ്, ആ ദേവസ്ത്രീ ഓരോ വർഷവും ഓരോ പുത്രന്മാരെ വെച്ചാണ് പ്രസവിച്ചത്. പിന്നെ അവരെ വീട്ടിൽ വിട്ടിട്ട് പ്രസവമെല്ലാം കഴിഞ്ഞിട്ട് അവളെ ജോലി കഴിഞ്ഞപ്പോൾ അവളെ നേരെ ബ്രഹ്മാവിൻ്റെ ദേശത്തേക്ക്, ആശ്രമത്തിലേക്ക് അങ്ങോട്ടേക്ക് പോയി. ബ്രഹ്മദേവനെ ആശ്രയിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയി, കുട്ടികളെ ആടെ വിട്ടിട്ട്. എൻ്റെ 41 പറയാണ്, മാതാവിൻ്റെ കൃപയാൽ, ആ മാതാവിൻ്റെ കൃപ ലഭിച്ചതുകൊണ്ട് പിറവിയിൽ തന്നെ ശരീരപുഷ്ടിയുണ്ട്, നല്ല ശക്തിയെല്ലുള്ള പുത്രന്മാരാണ് ജനിച്ചത് ഇദ്ദേഹത്തിന്. രാജാവ് എന്ത് ചെയ്തു, ജംബുദ്വീപിൻ്റെ ഓരോ ദേശങ്ങൾ വേർതിരിച്ച് അവർക്ക് കൊടുത്തു. അപ്പം 7 പേർക്ക് ഈ ജംബുദ്വീപ് നടുവിലുള്ള 7 അല്ല 9 പേരാണ്, 9 പേർക്ക് വീതിച്ചു കൊടുത്തു. അപ്പം ഇവിടെ 9 എണ്ണം വേണം. പക്ഷേ മറ്റേ പുരാണത്തിൽ 7ആയിട്ടാണ് ഇന്ദ്രൻ അതിനെ 8 മാറ്റി. അപ്പം 7 49 മരുത്തുക്കളാണ്. ഇവിടെ വരുമ്പോൾ 9 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. യഥാർത്ഥത്തിൽ നടുവിൽ 9 ഉണ്ടോ 7 ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉണ്ട്. അതൊരാശയക്കുഴപ്പം ഉണ്ടാക്കുന്ന കാര്യമാണ്. നമുക്കിപ്പോൾ 9 പുത്രന്മാർക്ക് വീതിച്ചു കൊടുക്കും. ഇനി ഒരു ദേശം തന്നെ 2 ആൾക്ക് വേണ്ടിയിട്ട് 2-3 ആൾക്കെല്ലാം വീതിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം 7 തന്നെയായിരിക്കാം. ഏതായാലും ഈ ഇന്ദ്രനാണ് ഇതിനെ 49ആയിട്ട് വിഭജിച്ചതെങ്കിൽ ഇവിടെ ജംബുദ്വീപിനെ ഈ പ്രിയംവ്രതൻ്റെ മകനായ അഗ്നീന്ദ്രനാണ് വിഭജിച്ചിട്ട് 9ആയിട്ട് എന്ന് പറയുന്നു. അത് ഒരു ദേശം തന്നെ ചിലപ്പോൾ വലുതായതുകൊണ്ട് വീതിച്ചിട്ട് 2-3 പേർക്ക് കൊടുക്കാൻ. എന്തായാലും ഇതിനെ വീതിച്ചത് ആരാണ്? അഗ്നീന്ദ്രനാണ്. പക്ഷേ വേറൊരു കഥയിൽ ഇന്ദ്രൻ തന്നെയാണ് ആ ബിഗ് ബാങ്ങിലൂടെ അത് 49 കഷ്ണങ്ങളായിട്ട് മാറുന്നത്. എന്നിട്ട് 22 പറയുകയാണ്, കാമപൂർത്തി വരാത്ത അഗ്നീന്ദ്രൻ ആ അപ്സരസിനെ തന്നെ ചിന്തിച്ചുകൊണ്ട്, അപ്സരസങ്ങ് പോയല്ലോ. അപ്പോൾ ഇങ്ങേർക്ക് കാമപൂർത്തി വന്നിട്ടില്ല. അവളെ പോയ സങ്കടം കൊണ്ട് വേദങ്ങൾ നിർദ്ദേശിക്കുന്ന വഴിയിലൂടെ സഞ്ചരിച്ചിട്ട് പിതൃതൃപ്തിക്ക് വരുത്തുന്ന ആ സ്ഥലത്തേക്ക് പോയി. പിതൃക്കൾ തൃപ്തികരമായി കഴിയുന്ന ആ സ്ഥലത്തേക്ക് പോയി. അവിടത്തേക്ക് പോയി. എവിടെ?
മറ്റേ ലോകത്തിലേക്ക്. അവിടെയാണല്ലോ ഈ അപ്സരസുകൾ ബ്രഹ്മാവും മറ്റൊക്കെ എല്ലാം ഇരിക്കുന്നത്. അപ്പൊ ഇങ്ങേരും എന്ത് ചെയ്തു? ബ്രഹ്മസാക്ഷാത്കാരം നേടിയിട്ട് ഇങ്ങേരും അവിടെ പോയി എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? അദ്ദേഹത്തിന് കാമം മതിയായിട്ടില്ല, കണ്ടുകൊണ്ട് ഇരിക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് വേദങ്ങൾ നിർദ്ദേശിച്ച വഴിയിലൂടെ ബ്രഹ്മസാക്ഷാത്കാരം നേടിയിട്ട് പിതൃക്കളെല്ലാം തൃപ്തികരമായിട്ട് ഇരിക്കുന്ന ആ സ്ഥലത്തേക്ക്, അവിടെയാണല്ലോ ഈ കക്ഷി ഇരിക്കുന്നത്, ഇങ്ങേരും അവിടത്തേക്ക് പോയി. ഇനി 23 അച്ഛൻ അന്തരിച്ചപ്പോൾ ആ പുത്രന്മാർ മഹാവേരുവിൻ്റെ പുത്രിമാരായ ആ സ്ഥലത്തിൻ്റെ പുത്രി, എല്ലാത്തിനും ദ്വയമാണല്ലോ, മേനദേവി, പ്രതിരൂപ, ഉഗ്രാംഷ്ടി, ലത, രമ്യ, ശ്യാമ, നാരി, ഭദ്ര, ദേവവീതി എന്നിങ്ങനെ 8 കന്യകമാരെ വരിച്ചു. ആ ദേശത്തിൻ്റെ പുത്രിമാരെ, അതായത് പുരുഷനും പ്രകൃതി എന്ന നിലയിൽ ആ പ്രകൃതിയായിട്ട് അതിനെ 9 വിഭജിച്ചതിലുള്ള പ്രകൃതിയെ ഈ ഓരോ മക്കളും പുരുഷനും പ്രകൃതിയായിട്ട് സ്വീകരിച്ചു എന്ന് പറഞ്ഞ് ആ അധ്യായം തീരുകയാണ്.